ഈ ദിവസത്തെ വാർത്തകളുടെ സമഗ്രമായ റിപ്പോർട്ടുമായി 9 PM ന്യൂസ് ആരംഭിക്കുകയാണ്. നോക്കാം പ്രധാന വാർത്തകൾ. VKC പ്രൈഡ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് VKC പ്രൈഡ്. VKC പാദരക്ഷകൾ വാങ്ങും സമ്മാനങ്ങൾ നേടും. VKC പ്രൈഡ് 2022 സെലിബ്രേഷൻ. മഹാരാഷ്ട്ര രാഷ്ട്രീയ പ്രതിസന്ധിയിൽ സുപ്രീം കോടതിയുടെ നിർണായക വിധി അല്പസമയത്തിനകം. വിധി എതിരായാൽ രാജിവെക്കുമെന്ന് ഉദ്ധവ് താക്കറെ. വിമത ശിവസേന MLA-മാരെ ഗുവാഹത്തിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റി. ചോദ്യങ്ങൾ ഒഴിവാക്കാൻ കൈരളിയെ ഒഴിവാക്കി സ്വപ്നയുടെ വാർത്താ സമ്മേളനം. RSSന് സംരക്ഷണം തനിക്കുണ്ടെന്ന് തുറന്നു സമ്മതിച്ച് സ്വപ്നയ്ക്ക് സുരക്ഷ നൽകാനാകില്ലെന്ന് ED. രൂപയുടെ മൂല്യം റെക്കോർഡ് ഇടിവിൽ. രൂപയുടെ മൂല്യം ഇടിഞ്ഞത് ഡോളറിന് 79 രൂപ എന്ന നിലയിൽ. സംസ്ഥാനങ്ങൾക്കുള്ള GST നഷ്ടപരിഹാരം നീട്ടുന്നത് സംബന്ധിച്ച് GST ഉന്നതാധികാര സമിതി യോഗത്തിൽ തീരുമാനമായില്ല. നോട്ടു നിരോധനം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അഴിമതിയെന്ന് യശ്വന്ത് സിൻഹ. മോദി സർക്കാർ അടിയന്തരാവസ്ഥയേക്കാൾ മോശമായി സമൂഹത്തെ വിഭജിക്കുന്നുവെന്നും യശ്വന്ത് സിൻഹ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് എല്ലാ അർത്ഥത്തിലും അർഹിക്കുന്ന വ്യക്തിയെന്ന മുഖ്യമന്ത്രി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 6-ന്. ടി ശിവദാസ മേനോന് നാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം മഞ്ചേരിയിലെ വീട്ടുവളപ്പിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ. ഉദയ്പൂർ കൊലപാതകത്തിന്റെ അന്വേഷണം NIA ഏറ്റെടുത്തു. കേസിൽ 5 പേർ അറസ്റ്റിൽ. 1 മാസത്തേക്ക് സംസ്ഥാന വ്യാപക നിരോധനാജ്ഞ. ഏതു മതത്തിന്റെ പേരിലായാലും വർഗീയവാദത്തെ വെച്ചുപുറപ്പിക്കില്ലെന്ന് ഉറച്ച തീരുമാനമെടുക്കേണ്ട സന്ദർഭമെന്ന മുഖ്യമന്ത്രി. മഹാരാഷ്ട്രയിലെ മഹാനാടകം. മഹാരാഷ്ട്ര രാഷ്ട്രീയ പ്രതിസന്ധിയിൽ സുപ്രീം കോടതിയുടെ നിർണായക വിധി അല്പസമയത്തിനകം വരും. വിധി എതിരായാൽ രാജിവെക്കുമെന്ന് ഉദ്ധവ് താക്കറെ. വിമത ശിവസേന MLA-മാരെ ഗുവാഹത്തിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി പ്രേംലാൽ ആണ് മുംബൈയിൽ നിന്നും ആദ്യം ചേരുന്നത്. പ്രേംലാൽ, അല്പസമയത്തിനകം തന്നെ സുപ്രീം കോടതിയുടെ ഈ അവിശ്വാസ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായക വിധി വരും. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? പൂർത്തിയായി വിധി ഏതു സമയവും പ്രതീക്ഷിക്കാം. വിധി കാത്തിരിക്കുകയാണ് ഇപ്പോൾ. അതേസമയം കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടയിലും ഉദ്ധവ് താക്കറെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭ ഇന്ന് ചില പ്രധാന സ്ഥലനാമങ്ങൾ പുനർനാമകരണം ചെയ്തു. ഔറംഗാബാദിന്റെ പേര് സംഭാജി നഗർ എന്നും ഒസ്മാനാബാദിന്റെ പേര് ധാരാശിവ് എന്നും പുനർനാമകരണം ചെയ്തു. പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന നവി മുംബൈ എയർപോർട്ടിന് DB പാട്ടീലിന്റെ പേരും നൽകിയിരിക്കുകയാണ്. അതേസമയം ബാൽ താക്കറെയുടെ ഹിന്ദുത്വം ഉയർത്തിപ്പിടിച്ച് ശിവസേനയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് വിമത ലീഡർ ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു. 50 MLA-മാരുടെ പിന്തുണയുണ്ടെന്നും ഷിൻഡെ പറഞ്ഞു. നാളെ ഗോവയിൽ നിന്നും മുംബൈയിലെത്തുന്ന വിമതപക്ഷത്തിന് കനത്ത സുരക്ഷയാണ് നഗരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശിവസേനയുടെ 55 MLA-മാരിൽ 40 പേർ ഉൾപ്പെടെ 50 MLA-മാരുടെ പിന്തുണയാണ് ഏക്നാഥ് ഷിൻഡെ ഇപ്പോൾ അവകാശപ്പെടുന്നത്. എന്നാൽ വിമത ഗ്രൂപ്പിലെ 20ഓളം MLA-മാർ തന്നോടൊപ്പമുണ്ടെന്നാണ് താക്കറെ പക്ഷവും പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസ വോട്ടെടുപ്പ് നിർണായകവും ഉദ്യോഗജനകവുമായിരിക്കും. BJPക്ക് കേവല ഭൂരിപക്ഷത്തിന് 45 പേരുടെ പിന്തുണയാണ് വേണ്ടത്. 8 സ്വതന്ത്രരടക്കം 114 പേരാണ് BJPയുടെ നിലവിലെ കക്ഷിനില. ഷിൻഡെ പക്ഷത്തെ 16 പേരെ അയോഗ്യരാക്കിയാലും ശേഷിച്ച 34 പേരുടെ പിന്തുണ കൊണ്ട് BJPക്ക് ഭരണം പിടിക്കാനാകും. പക്ഷേ ഷിൻഡെ പക്ഷത്തിന് കൂറുമാറ്റ നിരോധന നിയമം മറികടക്കാനാകില്ല. പ്രേംലാൽ, ഈ സുപ്രീം കോടതിയുടെ വിധി എതിരാവുകയാണെന്നുണ്ടെങ്കിൽ രാജിവെക്കുമെന്നാണ് ഉദ്ധവ് താക്കറെ അറിയിച്ചിരിക്കുന്നത്. പിന്നീട് ഈ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സമവാക്യം ഏത് രീതിയിലായിരിക്കും ഇനി പൊളിച്ചെഴുതപ്പെടാൻ പോകുന്നത്? തീർച്ചയായും ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വരാനിരിക്കുന്ന ഏത് നിമിഷവും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വിധി വളരെ നിർണായകമായിരിക്കും. ആ വിധി കേട്ടതിന് ശേഷമാണ് നമുക്കൊരു അടുത്ത ഒരു രാഷ്ട്രീയ ചിത്രം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നാളെ വിശ്വാസ വോട്ടെടുപ്പ് നടക്കും എന്നത് തന്നെയാണ് ഇതുവരെയുള്ള നിലപാട്. പക്ഷേ സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം മാറി മറിയും.
അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് സുപ്രീം കോടതിയുടെ തീരുമാനം. ഈ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് ഈ ഹർജി എത്തുമ്പോൾ എന്തൊക്കെ വാദങ്ങളാണ് ഈ ശിവസേന പക്ഷം, ഉദ്ധവ് താക്കറെ പക്ഷം ഉന്നയിച്ചിട്ടുള്ളത്? ശിവസേന പക്ഷം ഇപ്പോഴും പറയുന്നത് അവരോടൊപ്പം പകുതിയിലധികം MLA-മാർ അവരോടൊപ്പം ഉണ്ടെന്ന് തന്നെയാണ്. പക്ഷേ അത് എത്രമാത്രം അതിന് വ്യക്തതയുണ്ടെന്നുള്ളത് ഇപ്പോഴും അറിയില്ല. കാരണം ഷിൻഡെ പറയുന്നത് പേരുകൾ വെളിപ്പെടുത്തൂ എന്നാണ് ശിവസേനയെ വെല്ലുവിളിച്ചിരിക്കുന്നത്. ശിവസേനയുടെ 55 MLA-മാരിൽ 40 പേരുടെ പിന്തുണയാണ് ഷിൻഡെ അവകാശപ്പെടുന്നത്. എന്നാൽ 20ഓളം MLA-മാർ ഇപ്പോഴും തങ്ങളുമായി സമ്പർക്കത്തിലുണ്ടെന്നും അവരുടെ ഒരു പിന്തുണ ഈ വിശ്വാസ വോട്ടെടുപ്പിൽ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് സേന. പക്ഷെ അത് എത്രമാത്രം അതിന് ആധികാരികത ഉണ്ടെന്ന് ഇപ്പോഴും പറയാൻ കഴിയുന്നില്ല. ശരി പ്രേംലാൽ തുടരുക. ഇപ്പോൾ ദില്ലിയിൽ നിന്നും വിഷ്ണു തലവൂർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, നിർണായകമായ സുപ്രീം കോടതിയുടെ വിധി അല്പസമയത്തിനകം തന്നെ വരും. വിധിയെതിരായാൽ രാജിവെക്കുമെന്നാണ് ഉദ്ധവ് താക്കറെ പക്ഷം പറയുന്നത്. എന്തൊക്കെയാണ് മറ്റ് നീക്കങ്ങൾ, കാര്യങ്ങൾ? ആര്യ, അല്പസമയത്തിനകം തന്നെ സുപ്രീം കോടതിയുടെ നിർണായകമായിട്ടുള്ള ഉത്തരവ് വരും. ഇന്ന് വൈകിട്ട് 5 മണിയോട് കൂടിയാണ് കേസിൽ വാദം ആരംഭിച്ചത്. വാദം ആരംഭിച്ചപ്പോൾ ഏകദേശം 1.25 മണിക്കൂർ, തുടക്കത്തിൽ 5 മണി മുതൽ ഏകദേശം 6:15 വരെ ശിവസേനയുടെ, അതായത് ഉദ്ധവ് താക്കറെ പക്ഷത്തിന് വേണ്ടിയിട്ട് മനു അഭിഷേക് സിംഗ്വി ആയിരുന്നു വാദങ്ങൾ ഉന്നയിച്ചത്. ഏറ്റവും പ്രധാനമായിട്ട് മനു അഭിഷേക് സിംഗ്വി കൂട്ടിച്ചേർത്ത വാദങ്ങൾ എന്ന് പറയുന്നത്, നിലവിലത്തെ സാഹചര്യത്തിൽ ഗവർണർ ഇത്തരമൊരു ഫ്ലോർ ടെസ്റ്റിന് നിർദ്ദേശം നൽകിയത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. പ്രത്യേകിച്ച് 16 MLA-മാരുടെ അയോഗ്യതാ നടപടികൾ പുരോഗമിക്കുകയാണ്. അത് സുപ്രീം കോടതിക്ക് മുന്നിലുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ ഈ 16 MLA-മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫ്ലോർ ടെസ്റ്റിലേക്ക് പോകാൻ കഴിയില്ല എന്നതാണ് മനു അഭിഷേക് സിംഗ്വി ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെ ഗവർണറെ ഇത്തരം നീക്കങ്ങൾ ജുഡീഷ്യൽ എൻക്വയറിക്ക് വിധേയമാണ് എന്നൊരു കാര്യം കൂടി മനു അഭിഷേക് സിംഗ്വി ഇന്ന് കോടതിയിൽ വാദിക്കുകയുണ്ടായി. അത് നേരത്തെയുള്ള പല കേസുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഒരു ഗവർണർ ഒരിക്കലും നിയമത്തിന് പുറത്തല്ല, നിയമത്തിൻ്റെ എല്ലാ അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അകത്ത് നിന്നുകൊണ്ട് മാത്രമേ ഗവർണർക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു കാര്യം മനു അഭിഷേക് സിംഗ്വി ഇന്ന് കോടതിയിൽ സമർത്ഥിച്ചത്. അതോടൊപ്പം തന്നെ മനു അഭിഷേക് സിംഗ്വി കൂട്ടിച്ചേർത്തത്, ഗവർണർ ഇപ്പോൾ ഇറക്കിയ ഉത്തരവിൽ വലിയ തരത്തിലുള്ള നിയമപ്രശ്നങ്ങളുണ്ട്. കാരണം ഒരാഴ്ചയ്ക്ക് മുന്നേ തന്നെ ഗവർണർക്ക് വിമത MLA-മാരുടെ ഒരു കത്ത് കിട്ടുന്നു. 34 പേർ ഒപ്പിട്ട കത്താണ് ഗവർണർക്ക് കിട്ടിയത്. പക്ഷേ അപ്പോഴൊന്നും തന്നെ ഗവർണർ അതിലൊരു തീരുമാനവും എടുക്കാതെ ഒരാഴ്ചയോളം കാത്തിരിക്കുകയും പിന്നീട് BJP നേതാക്കൾ, പ്രത്യേകിച്ച് ഫട്നാവിസ് ഗവർണറെ ഇന്നലെ രാത്രിയോടെ കൂടി വന്ന് കാണുമ്പോഴാണ് പെട്ടെന്നൊരു ഫ്ലോർ ടെസ്റ്റിന് ഒരു നിർദ്ദേശം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന്. വിഷ്ണു തുടരുക. ഇപ്പോൾ പ്രേംലാൽ കൂടിയുണ്ട്. പ്രേംലാൽ, ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ BJP-യുടെ നീക്കങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് വിധേനയാണ്? BJP നേതാവും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് ഗവർണർ കോഷിയാരിയെ രാത്രി 10 മണിക്ക് പോയി കണ്ടത്. വിശ്വാസ വോട്ടെടുപ്പിന്റെ നിർദ്ദേശം ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഗവർണറുടെ വേഗത്തിലുള്ള നടപടികൾ. 39 MLA-മാർ ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള വിമത ഭാഗത്തിനോടൊപ്പം ചേരാൻ തീരുമാനിച്ചതിനാൽ താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശരി പ്രേംലാൽ, ഇപ്പോൾ വിധി വന്നിരിക്കുകയാണ്. നിർണായകമായ, അതായത് വിശ്വാസ വോട്ടെടുപ്പിന് അനുമതി നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി. വിഷ്ണു തലവൂർ ചേരുന്നുണ്ട്. വിഷ്ണു തലവൂർ, ഇപ്പോൾ അവിശ്വാസ വോട്ടെടുപ്പിന് അനുകൂലമായിട്ടുള്ള വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നും വന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായിട്ടും ആര്യ, ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും നേരിട്ടിരിക്കുന്നത്. ഈ വലിയ വാദങ്ങൾ നടന്നതിന് ശേഷം ഇപ്പോൾ സുപ്രീം കോടതി ഒരു ഉത്തരവിട്ടിരിക്കുന്നത് നാളെ തന്നെ വിശ്വാസ വോട്ടെടുപ്പ് നടത്താനാണ്. ഒരു സ്റ്റേ നൽകാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. സുപ്രീം കോടതി ഇപ്പോൾ ഉത്തരവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഉത്തരവിൽ സുപ്രീം കോടതി കൃത്യമായി തന്നെ പറയുന്നത് നാളെ തന്നെ ഇത്തരത്തിൽ വിശ്വാസ വോട്ടെടുപ്പ് നടത്താമെന്നാണ്. ഇത് ശിവസേനയ്ക്ക് വലിയ തലത്തിലുള്ള തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അല്പം മുന്നേ മഹാരാഷ്ട്രയിൽ ഒരു മന്ത്രിസഭാ യോഗം ചേർന്നപ്പോൾ ഉദ്ധവ് താക്കറെ എല്ലാവർക്കും നന്ദി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സുപ്രീം കോടതിയിൽ നിന്നൊരു തിരിച്ചടി നേരിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു രാജിവെക്കുന്ന സാഹചര്യത്തിലേക്കായിരിക്കും ഉദ്ധവ് താക്കറെ പോവുക. അത്തരം കാര്യങ്ങളടക്കം സൂചിപ്പിച്ചുകൊണ്ട് NCPക്കും കോൺഗ്രസിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് മന്ത്രിസഭാ യോഗം മഹാരാഷ്ട്രയിൽ പിരിഞ്ഞത്. അതിനുശേഷമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി ഉദ്ധവ് താക്കറെക്ക് നേരിട്ടിരിക്കുന്നത്. കാരണം
നാളെ തന്നെ വോട്ടെടുപ്പ് നടത്താനാണ് സുപ്രീം കോടതി ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉദ്ധവ് താക്കറെ അദ്ദേഹത്തിൻ്റെ ഒരു ഭൂരിപക്ഷം നാളെ സഭയിൽ തെളിയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ തെളിയിച്ചാൽ മാത്രമേ ഇനി മഹാവികാസ് അഘാടി സർക്കാരിന് മഹാരാഷ്ട്ര ഭരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ നിലവിലത്തെ സാഹചര്യം അനുസരിച്ചുകൊണ്ട് ഉദ്ധവ് താക്കറെ പക്ഷത്തിന് ഒരു ഭൂരിപക്ഷമില്ല, ഒരു മൈനോറിറ്റിയിലേക്ക് വന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിശ്വാസ വോട്ടെടുപ്പിന് സമയം കുറച്ചുകൂടി നീട്ടിക്കൊണ്ട് ഷിൻഡെ പക്ഷത്തിലേക്ക് പോയ MLA-മാരെ തിരിച്ച് സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ശിവസേന നടത്തിയത്, അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെ പക്ഷം നടത്തിയത്. ആ നീക്കങ്ങൾക്ക് കൂടിയാണ് ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. കാരണം സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, അതായത് മഹാരാഷ്ട്ര ഗവർണർ ഭഗത് സിംഗ് കോശ്യാരിയുടെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ നാളെ തന്നെ ഒരു വിശ്വാസ വോട്ടെടുപ്പിലേക്ക് പോകാൻ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ വിശ്വാസ വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഉദ്ധവ് താക്കറയ്ക്കൊപ്പം നിലവിൽ 16 MLA-മാർ മാത്രമാണുള്ളത്. ശിവസേനയിലെ 39 MLA-മാർ ഷിൻഡെ പക്ഷത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 ഭൂരിപക്ഷം ഷിൻഡയ്ക്കുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ. ഇത് സുപ്രീം കോടതിയിലും ഷിൻഡെ പക്ഷം ഈ കണക്കുകൾ വ്യക്തമാക്കിയിരുന്നു. ഷിൻഡെ പക്ഷം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് 39 MLA-മാർ തങ്ങൾക്കൊപ്പമുണ്ട്. അതോടൊപ്പം ഉദ്ധവ് താക്കറയ്ക്കൊപ്പം 16 MLA-മാർ മാത്രമേ ഉള്ളൂ. ഈ 39 MLA-മാർ കൂടാതെ 9 സ്വതന്ത്ര MLA-മാരുടെയും പിന്തുണയുണ്ട് എന്ന് സുപ്രീം കോടതിയെ ഷിൻഡെ പക്ഷത്തിന് ഇന്ന് ധരിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ വിശ്വാസ വോട്ടെടുപ്പിലേക്ക് ഇനി നാളെ പോകുമ്പോൾ ഈ മഹാരാഷ്ട്ര സർക്കാരിന്, അല്ലെങ്കിൽ മഹാവികാസ് അഘാടി സർക്കാരിന് ഏറെ നിർണായകമായിട്ടുള്ള ദിനം കൂടിയാണ്. കാരണം ഒരു കാരണവശാലും ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നിപ്പോൾ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര സർക്കാർ താഴേക്ക് പോകുന്നു, അല്ലെങ്കിൽ താഴെ വീഴുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. എന്തായാലും സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഉദ്ധവ് താക്കറേക്ക് നേരിട്ടിരിക്കുന്നത്. ആര്യ, വിഷ്ണു, എന്തായാലും വിധി എതിരായാൽ രാജിവെക്കുമെന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും ഈ രാഷ്ട്രീയ കളിയുടെ ഗതി മാറി മറിയാൻ പോകുന്നത്? ആര്യ, ഇനിയിപ്പോൾ ഉദ്ധവ് താക്കറെ, ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ അവിടെ മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ യോഗം ചേർന്നപ്പോൾ ഉദ്ധവ് താക്കറെ എല്ലാവർക്കും നന്ദി പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഇത്രയും നിമിഷം തനിക്കൊപ്പം നിന്ന കോൺഗ്രസിനും അതോടൊപ്പം തന്നെ NCPക്കും ഉദ്ധവ് താക്കറെ നന്ദി പറഞ്ഞിട്ടുണ്ട്. ഒരു തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ രാജിവെക്കുമെന്നുള്ള ഒരു കാര്യമാണ് ഉദ്ധവ് താക്കറെ ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു വിശ്വാസ വോട്ടെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം താക്കറെ പക്ഷത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു പക്ഷേ രാജിവെക്കുന്ന നടപടിയിലേക്കായിരിക്കും പോവുക. ഒരു പക്ഷേ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് രാത്രി തന്നെ ഗവർണറെ കണ്ട് രാജിക്കത്ത് നൽകാനുള്ള ഒരു സാധ്യത പോലും നിലനിൽക്കുന്നുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ നാളെ വീണ്ടും വിശ്വാസ വോട്ടെടുപ്പിലേക്ക് പോവുക. പക്ഷേ അത്തരത്തിൽ പോകുമ്പോൾ പോലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്, ഇന്ന് വൈകിട്ട് വരെയും താക്കറെ പക്ഷം ചൂണ്ടിക്കാട്ടുന്നത് ഷിൻഡെ ഗ്യാങ്ങിലുള്ള പല MLA-മാരും, ഏകദേശം 20ഓളം MLA-മാർ തങ്ങളുമായി കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കൊപ്പം വരാൻ ആഗ്രഹിക്കുന്നവരാണ് 20ഓളം MLA-മാർ എന്നൊരു കാര്യം ഉദ്ധവ് താക്കറെ അല്ലെങ്കിൽ സഞ്ജയ് റാവത്തൊക്കെ പലതവണ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇനി നാളെ ഈ ഒരു ഫ്ലോർ ടെസ്റ്റ് നടക്കുമ്പോൾ ഈ ഷിൻഡെ പക്ഷത്തുള്ള MLA-മാർ ആർക്ക് വോട്ട് ചെയ്യുമെന്നുള്ള കാര്യം കൂടി വളരെ നിർണായകമാകും. കാരണം ഏക്നാഥ് ഷിൻഡെക്ക് ഈ കൂറുമാറ്റ നിയമം മറികടക്കണമെന്നുണ്ടെങ്കിൽ 37 MLA-മാരുടെ പിന്തുണയാണ് വേണ്ടത്. നിലവിൽ 39 MLA-മാരുടെ പിന്തുണ ഏക്നാഥ് ഷിൻഡെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും നാളെ ഫ്ലോർ ടെസ്റ്റ് നടക്കുന്ന സാഹചര്യത്തിൽ ഏകദേശം ഒരു 5 MLA-മാരെങ്കിലും തിരിച്ച് ഉദ്ധവ് താക്കറെ പക്ഷത്തിനൊപ്പം നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നിയമ നടപടികളിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാവും. ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഈ ഉദ്ധവ് താക്കറെ പക്ഷത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ ഷിൻഡെയുടെ പക്ഷത്തുള്ള 20ഓളം MLA-മാർ തങ്ങൾക്കൊപ്പം ചേരാമെന്നുള്ള ഒരു വാക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണല്ലേ സഞ്ജയ് റാവുത്ത് അടക്കമുള്ള നേതാക്കൾ പറയുന്നത്.
തീർച്ചയായിട്ടും ആര്യ, ഈ താക്കറെ പക്ഷം ഇപ്പോഴും അവകാശപ്പെടുന്നത് 20ഓളം MLA-മാർ ഞങ്ങൾക്കൊപ്പമുണ്ട് എന്നൊരു അവകാശവാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ആ സാഹചര്യത്തിൽ പോലും ഷിൻഡെ വെല്ലുവിളിക്കുന്നത് ആ MLA-മാരുടെ പേര് വെളിപ്പെടുത്തണമെന്നൊരാവശ്യം, അല്ലെങ്കിൽ അത്തരമൊരു വെല്ലുവിളി ഏക്നാഥ് ഷിൻഡെ നടത്തിയിരുന്നു. പക്ഷേ ആ വെല്ലുവിളിയോട് ഇതുവരെ പ്രതികരിക്കാൻ താക്കറെ പക്ഷം തയ്യാറായിട്ടില്ല. പകരം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ, അല്ലെങ്കിൽ ഇന്നും താക്കറെ പക്ഷം അവകാശപ്പെടുന്നത് നിരവധി MLA-മാർ, ഷിൻഡെയുടെ പക്ഷത്തുള്ള നിരവധി MLA-മാർ ഞങ്ങളുമായിട്ട് നിരന്തരം ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്, ഞങ്ങൾക്കൊപ്പമാണ്. മഹാരാഷ്ട്രയിൽ എത്തിക്കഴിഞ്ഞാൽ സ്ഥിതിഗതികൾ മാറും, പ്രത്യേകിച്ച് ഫ്ലോർ ടെസ്റ്റിലേക്കൊക്കെ പോകുമ്പോൾ ഇതായിരിക്കില്ല പുറത്തു വരുന്ന ഫലമെന്ന് പലതവണ പറയുന്നുണ്ടെങ്കിൽ പോലും വലിയ പരുങ്ങലിലേക്കാണ് ഉദ്ധവ് താക്കറെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്തരത്തിൽ ഒരു ഫ്ലോർ ടെസ്റ്റിന് നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരു തീരുമാനം കൈക്കൊണ്ടത്. കാരണം ഉദ്ധവ് താക്കറെ പക്ഷത്തിന് ഈ MLA-മാരെ, ഷിൻഡെ പക്ഷത്തുള്ള MLA-മാരെ ഏതെങ്കിലും വിധേന തിരിച്ച് സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കുറച്ചുകൂടി ഒരു സാവകാശം ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാവകാശം ലഭിക്കാൻ വേണ്ടിയാണ് ഒരു സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. പക്ഷേ ആ ഒരു സാവകാശം ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഷിൻഡെ പക്ഷത്തിന് അനുകൂലമായി വിധി വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഷിൻഡെ പക്ഷത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? നാളെ നടക്കാൻ പോകുന്ന ഫ്ലോർ ടെസ്റ്റിലടക്കം അവർക്ക് വിജയിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. ഇനി അത്തരത്തിൽ വിജയിക്കുമ്പോൾ, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഇനി മുന്നോട്ട് ഈ ഒരു സർക്കാർ രൂപീകരണവുമായി ഈ ഷിൻഡെ പക്ഷത്തിന് എത്തരത്തിലായിരിക്കും മുന്നോട്ട് പോകാൻ സാധിക്കുക? നാളെ വിശ്വാസ വോട്ടെടുപ്പിൽ ഒരുപക്ഷെ ഉദ്ധവ് താക്കറെ സർക്കാർ താഴെ വീണ് കഴിഞ്ഞാൽ പിന്നീട് BJP-യും ഷിൻഡെ പക്ഷവും കൂടി ചേർന്നുകൊണ്ടുള്ള സർക്കാർ രൂപീകരണത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ഒരു സർക്കാർ രൂപീകരണം സംബന്ധിച്ച് ഏറെക്കുറെ ധാരണ ഇപ്പോൾ BJP-ക്കകത്ത് തന്നെ ആയിട്ടുണ്ട്. അത് ഫട്നാവിസിൻ്റെ നേതൃത്വത്തിലാണ്. കഴിഞ്ഞ ഒരു 5-6 ദിവസങ്ങളിലായിട്ട് മാരത്തോൺ ചർച്ചകൾ നടന്ന തീരുമാനമുണ്ടായത്. ഫട്നാവിസ് മഹാരാഷ്ട്രയിൽ മാരത്തോൺ ചർച്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷം പലതവണ ദില്ലിയിലേക്ക് വന്ന അമിത്ഷായുമായിട്ടും JP നദ്ദയുമായിട്ടും ചർച്ചകൾ നടത്തി. ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് പോകുമ്പോൾ ഏത് വിധേനയായിരിക്കണം പോകേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ധാരണ ആക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങളടക്കം ഷിൻഡെ പക്ഷവുമായി ആശയവിനിമയം നടത്തിയിട്ടുമുണ്ട് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് പോവുകയാണെങ്കിൽ BJP-ക്ക് മുഖ്യമന്ത്രി സ്ഥാനം, അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനവും മറ്റു പ്രധാനപ്പെട്ട വകുപ്പുകളും ഷിൻഡെ പക്ഷത്തിന് നൽകുക, അത്തരമൊരു ഫോർമുലയാണ് സർക്കാർ രൂപീകരണത്തിന് വേണ്ടി കരുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതിയിൽ നിന്നും ശിവസേനയ്ക്ക് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു, ഉദ്ധവ് താക്കറെയ്ക്ക് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് നാളെ രാവിലെ ആരംഭിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ സമ്മേളനത്തിനാണ്. കാരണം നാളെ രാവിലെ 11 മണിയോടുകൂടിയായിരിക്കും സഭാ സമ്മേളനം ആരംഭിക്കുക. വൈകിട്ട് 5 മണിയോടുകൂടി തന്നെ ഈ വിശ്വാസ വോട്ടെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് ഗവർണർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാടി സർക്കാർ നാളെയോടുകൂടി താഴെ വീഴുമെന്നുള്ള ഒരു സാധ്യത തന്നെയാണ് നമുക്ക്. തീർച്ചയായും വിഷ്ണു തുടരുക. ഇപ്പോൾ പ്രേംലാൽ കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട്. പ്രേംലാൽ, ഈ ഉദ്ധവ് താക്കറെ പക്ഷത്തിന് വളരെ വലിയൊരു തിരിച്ചടിയാണ് ഈ സുപ്രീം കോടതി വിധിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ ഷിൻഡെ പക്ഷത്തിന് അനുകൂലമായ വിധി ഉണ്ടായിരിക്കുന്നു. ഇനി നാളെ അവിശ്വാസ വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മുഖ്യമന്ത്രി പദം അടക്കം BJP-യുടെ കൈകളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് ഇനി നാളെ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ കാണാൻ പോകുന്നത്. ശിവസേന മഹാവികാസ് അഘാടി സർക്കാർ താഴെ വീഴുന്ന കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്, അല്ലേ? തീർച്ചയായും സേനാപക്ഷത്തിന്റെ, ശിവസേനയുടെ എല്ലാ അടവ് നയങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ ഒരു പെട്ടെന്നൊരു നമുക്ക് കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ BJP-ക്ക് കേവല ഭൂരിപക്ഷത്തിൽ 45 പേരുടെ പിന്തുണയാണ് വേണ്ടത്. ഇതിൽ 8 സ്വതന്ത്രരടക്കം 114 പേരാണ് ഇപ്പോൾ BJP-യുടെ നിലവിലെ കക്ഷി. ഷിൻഡെ ഇപ്പോൾ അവകാശപ്പെടുന്നത് അദ്ദേഹത്തിന് 50 പേരുടെ പിന്തുണയുണ്ടെന്ന്, 50 MLA-മാരുടെ പിന്തുണയുണ്ടെന്നാണ്. അത് സ്വതന്ത്രരടക്കം. എന്നാൽ ഇതേസമയം ശിവസേന പറയുന്നത് അതിൽ 20 പേര് ഇപ്പോഴും ഇവരുമായി സമ്പർക്കമുണ്ടെന്നും ഇവർക്ക് പിന്തുണ നൽകുമെന്നാണ്. അങ്ങനെ 20 പേര് പോയാലും വളരെ BJP-ക്ക് ഭരണം പിടിക്കാനാകുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഷിൻഡെയുടെ കൂറുമാറ്റ നിരോധന നിയമത്തിൽ ഒരുപക്ഷെ കൂടുതൽ പേർ കൊഴിഞ്ഞു പോയാൽ അങ്ങനെ ഒരു നിയമത്തെ അഭിമുഖീകരിക്കേണ്ടി വരും ഷിൻഡെക്ക്. അതല്ലെങ്കിലും BJP-ക്ക് വളരെ
ഈ വളരെ ഈ കണക്കുകൾ ഇപ്പോഴത്തെ ഈ കണക്കുകൾ വെച്ച് BJPക്ക് ഭരണം പിടിക്കാനാകുമെന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ മഹാവികാസ് അഘാടി സർക്കാരിന്റെ ഒരു പതനമായിരിക്കും നാളെ കാണുക. ശരി പ്രേംലാൽ, വിഷ്ണുവിലേക്ക് കൂടി പോവുകയാണ്. വിഷ്ണു, അതേപോലെ തന്നെ സുപ്രീം കോടതി പറഞ്ഞ മറ്റൊരു കാര്യം, അതായത് ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള നവാബ് മാലിക് അതേപോലെ തന്നെ അനിൽ ദേശ്മുഖ് തുടങ്ങിയ MLA മാർക്കും ഈ ഒരു ഫ്ലോർ ടെസ്റ്റിൽ പങ്കെടുക്കാനുള്ള ഒരു അനുമതി കൂടി നൽകിയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും ആര്യ, അനിൽ ദേശ്മുഖും നവാബ് മാലിക്കും നിലവിൽ ഒരു ജയിൽ കസ്റ്റഡിയിലാണ് ഉള്ളത്. അവർക്കും ഈ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കാനുള്ള അനുമതി ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. നേരത്തെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യത്തിൽ നവാബ് മാലിക്കും അനിൽ ദേശ്മുഖും ഇത്തരത്തിൽ ബോംബെ ഹൈക്കോടതിയൊക്കെ സമീപിച്ചിരുന്നു. അതായത് വോട്ടെടുപ്പിന് അവകാശമുണ്ട്, അതിന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് കോടതിയെ സമീപിച്ചെങ്കിൽ അന്ന് കോടതി അതിന് അനുവാദം നൽകിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കോടതി ഇരുവർക്കും ഒരു അനുവാദം നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കാനാണ്. കാരണം വിശ്വാസ വോട്ടെടുപ്പിൽ എല്ലാ MLA മാർക്കും പങ്കെടുക്കാനുള്ള ഒരു അവർക്കുള്ള അവകാശമാണത്. കാരണം ഒരു സർക്കാരിനുള്ള അല്ലെങ്കിൽ ഒരു കക്ഷിക്കുള്ള യഥാർത്ഥ പിന്തുണ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്ലോർ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അതിൽ എല്ലാ MLA മാരും പങ്കെടുക്കേണ്ടത് ആവശ്യമാണ്. നാളെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ കസ്റ്റഡിയിൽ നിന്നും എസ്കോർട്ടോടുകൂടി എൻഫോഴ്സ്മെൻറ്റിൻ്റെ എസ്കോർട്ടോടുകൂടി സഭയിലെത്തുകയും അവിടെ നിന്ന് ഈ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുകയും തിരിച്ച് ജയിലിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയും ചെയ്യണമെന്നതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് 9:30 അതായത് അല്പസമയത്തിനകം തന്നെ ഉദ്ധവ് താക്കറെ ഫേസ്ബുക്ക് ലൈവിൽ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ രാജിവെക്കുന്ന കാര്യം അറിയിക്കാൻ അടക്കമായിരിക്കാം ഈ ഒരു സമയത്ത് അദ്ദേഹം ഫേസ്ബുക്ക് ലൈവിലേക്ക് വരുന്നത്, അല്ലേ വിഷ്ണു? തീർച്ചയായിട്ടും ആര്യ, അതായത് ഉദ്ധവ് താക്കറെ നേരത്തെ തന്നെ വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. തിരിച്ചടി നേരിട്ട് കഴിഞ്ഞാൽ രാജിവെക്കുമെന്നൊരു കാര്യം ഉദ്ധവ് താക്കറെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 9:30 ഉദ്ധവ് താക്കറെ ഫേസ്ബുക്ക് ലൈവിൽ വരുമ്പോൾ അത് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ നോക്കിക്കാണണം. ഒരുപക്ഷെ ഈ 9:30 ഫേസ്ബുക്ക് ലൈവിൽ വരുമ്പോൾ ഉദ്ധവ് താക്കറെ തൻ്റെ രാജി പ്രഖ്യാപിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. കാരണം അത്രത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് ശിവസേനയ്ക്ക് സുപ്രീം കോടതിയിൽ നിന്നും നേരിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ ഉദ്ധവ് താക്കറെയുടെ ഫേസ്ബുക്ക് ലൈവ് ആരംഭിക്കും. അതിൽ രാജി പ്രഖ്യാപിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ആര്യ. ശരി വിഷ്ണു, എന്തായാലും വിധി എതിരായാൽ രാജിവെക്കുമെന്നുള്ളത് തന്നെയാണ് ഉദ്ധവ് താക്കറെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നത്. എന്തായാലും ഉദ്ധവ് താക്കറെ പക്ഷത്തിന് പ്രതികൂലമായിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും വിധി വന്നിരിക്കുന്നത്. ഇപ്പോൾ മുംബൈയിൽ നിന്നും ഡിവൈഎഫ്ഐ നേതാവ് പ്രീതി ശേഖർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പ്രീതി ശേഖർ, ഇപ്പോൾ മഹാവികാസ് സഖ്യം സർക്കാർ തകർന്നടിയുന്ന ഒരു കാഴ്ചയായിരിക്കും ഒരുപക്ഷെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഉദ്ധവ് താക്കറെയ്ക്ക് എതിരായിട്ടുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നും വന്നിട്ടുള്ളത്. കുതിരക്കച്ചവടത്തിന് മേൽ, അതായത് കുതിരക്കച്ചവടം കൊണ്ട് ഒരു സർക്കാർ രൂപീകരണം കൂടി നടത്താൻ സാധിക്കാൻ പോകുന്നു BJPക്ക്. ആ ഒരു തരത്തിൽ ഈ ഒരു കാഴ്ചയെ നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്, അല്ലേ? അത്തരത്തില് ഒരു ഓൾറെഡി ഏതാണ്ട് അങ്ങനെ തരത്തിലുള്ള ഒരു വലിയൊരു കച്ചവടം നടന്നിട്ടാണല്ലോ ഉള്ളത്. ഏതാണ്ട് 50ഓളം MLA മാർ അവരുടെ കൂടെയാണല്ലോ ഉള്ളത്. തീർച്ചയായും. അതുകൊണ്ട് വലിയ അത്ഭുതങ്ങളൊന്നും ഇന്നും ആരും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല ചിലപ്പോൾ. എന്നാലും ഉദ്ധവ് താക്കറെ സർക്കാർ കുറച്ച് പുതിയ തീരുമാനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇതിനെ ഒന്ന് വ്യത്യസ്തമായ ഒരു റിസൾട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാം. ഏതായാലും നാളെ വൈകുന്നേരത്തേക്ക് ഇത് മാറ്റുന്നുവെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ കച്ചവടത്തിനുള്ള സമയം, ഒരു വലിയ തയ്യാറെടുപ്പിനുള്ള സമയം കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് നമുക്കൊരു പ്രഥമ ദൃഷ്ടിയാ തോന്നുന്നത്. അത് കൂടുതൽ വിശകലനം ചെയ്ത് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യേണ്ട സമയം ആവശ്യമുണ്ട്. കാരണം ഇപ്പോഴാണല്ലോ വിധി വന്നത്, ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പാണ് വിധി വന്നത്. പക്ഷെ എന്നാലും നമുക്ക് ഒരു പ്രഥമ ദൃഷ്ടിയാ തോന്നുന്നത് ശരിയായൊരു വിധിയല്ല, ഇത്രയധികം സമയം കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. അതെ, തീർച്ചയായും. ഈ പണത്തിന്റെ പിൻബലം കൊണ്ട് ഇത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതായത് ഈ ഷിൻഡേക്ക് മുഖ്യമന്ത്രി പദം വരെ നൽകാമെന്നുള്ള ഒരു ഓഫർ ശരത് പവാറിന്റെ അടക്കം ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ ഒരു സർക്കാരിനെ നിലനിർത്താം എന്നുള്ള ഇത്. എന്നാൽ അതുപോലും വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ BJPക്കൊപ്പം ചേർന്നുകൊണ്ട് സർക്കാർ രൂപീകരണത്തിനായി ഷിൻഡേ പക്ഷം പോകുന്നത്. അവിടെ നിന്നും വ്യക്തമാകുന്നത് ഷിൻഡേക്ക് ഈ ഒരു മുഖ്യമന്ത്രി പദം ഒന്നും ലഭിക്കാൻ പോകുന്നില്ല, മറ്റു പദവികളായിരിക്കും നൽകാൻ പോകുന്നത്. BJPയുടെ
ഫഡ്നാവിസ് തന്നെയായിരിക്കാം ഒരുപക്ഷെ അവിടെ മുഖ്യമന്ത്രിയായി വരാൻ പോകുന്നത്. അപ്പോൾ ക്ലിയറായി നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകാൻ സാധിക്കുന്നത് പണത്തിന്റെ മേൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു കാഴ്ച തന്നെ അല്ലേ? പണം മാത്രമല്ല ഇതിനകത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. പണം തീർച്ചയായിട്ടും ഒരു ഘടകമായിരിക്കും. പക്ഷെ പണത്തെക്കാൾ ഉപരി ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പലതരത്തിലുള്ള ജനാധിപത്യ സംഘടനകൾ, അതായത് ഇപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയിക്കൊള്ളട്ടെ, സുപ്രീം കോടതി സ്വയം ആയിക്കൊള്ളട്ടെ, ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ ഉപയോഗിച്ചും കൂടി കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. വെറും പണമല്ല അതിന്റെ മുമ്പിൽ. അങ്ങനെ പണം മാത്രമാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു ഭാഗത്ത് കൂടുതൽ പണം ഓഫർ ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഓഫർ ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകേണ്ടതാണല്ലോ. പണം മാത്രമല്ല, ED പോലുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭയപ്പെടുത്തലും കൊണ്ടുള്ള കാര്യങ്ങളും ഒരു മിസ്യൂസ് തന്നെ ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ പ്രീതി ശേഖർ ഞങ്ങളോടൊപ്പം ഈ സമയം ചേർന്നതിന്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വേഗം ഈ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ തിരികെ എത്താം. മഹാരാഷ്ട്ര രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ഉദ്ധവ് താക്കറെയ്ക്ക് തിരിച്ചടിയായിക്കൊണ്ട് സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. അവിശ്വാസ വോട്ടെടുപ്പ് നടത്താം എന്നുള്ളൊരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. ഷിൻഡെ പക്ഷത്തിന് അനുകൂലമായ വിധിയാണ് വന്നിട്ടുള്ളത്. പ്രേംലാൽ ചേരുന്നുണ്ട് മുംബൈയിൽ നിന്നും. പ്രേംലാൽ, നാളെ രാവിലെ ഈ ഒരു അവിശ്വാസ വോട്ടെടുപ്പ് നടക്കുകയാണ്. ഉദ്ധവ് താക്കറെ സർക്കാർ തകർന്നടിയുന്ന കാഴ്ച തന്നെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അതായത് അധികം പ്രതീക്ഷ വെക്കാൻ ഒന്നും തന്നെ ഉദ്ധവ് താക്കറെയ്ക്ക് മുന്നിൽ ഇല്ല അല്ലേ? മഹാവികാസ് സർക്കാരിനും വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ശരത് പവാറിന്റെ മൗനം, 1-2 ദിവസമായിട്ടുള്ള മൗനവും അത് തന്നെയാണ് പറയുന്നത്. ഇതിന് ഒരു പക്ഷേ കുതിരക്കച്ചവടം. ഇപ്പോൾ ഉദ്ധവ് താക്കറെ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക്. तर सुरुवातच आपण छत्रपती शिवरायाच्या रायगडला निधी देऊन ते जे काही काम आहे ते पुढे चालू ठेवण्यासाठी म्हणून एक सुरुवात केली. हा एक योगायोग होता. नंतर जे इतकी वर्ष आम्ही बोलत होतो शेतकऱ्यांना कर्जमुक्त, त्या माझ्या बळीराजाला कर्जमुक्त केलं. आता सुद्धा पीक विमा योजनेची जे बीड पॅटर्न आहे ते सुद्धा आपण करून घेतले. या सगळ्या गोष्टी मी तुम्हाला का सांगतोय की साधारणतः या सगळ्या धबडग्यामध्ये आपण विसरणारे तर तसे नाहीच आहात, पण थोड्याशा गोष्टी बाजूला पडतात. आज सुद्धा मंत्रिमंडळाची बैठक झाली आणि मला विशेष समाधान आहे. एक आयुष्य सार्थकी लागलं तशी एक माझी भावना आहे. ती म्हणजे स्वतः शिवसेना प्रमुखांनी जे नाव शहराला ठेवलं औरंगाबादला संभाजीनगर, त्या संभाजीनगर जिल्ह्याला औरंगाबाद जिल्ह्याला संभाजीनगर हे नाव आज आपण दिलेलं आहे. त्याचबरोबरीने उस्मानाबादला धाराशिव हे नाव दिलेलं आहे. तसंच जिथे मी लहानाचा मोठा झालो आणि आता तर मी मुख्यमंत्री, जे सरकारी कर्मचारी अहोरात्र मेहनत करतात, काम करतात, त्यांना वांद्रे वसाहत जी आहे तिथेच त्यांचं हक्काचं घर मिळावं म्हणून भूखंड सुद्धा आज मंजूर केलेले आहे. आपण अशा अनेक गोष्टी आपण करत आलेलो आहोत. पण म्हणतात ना की एखादी गोष्ट चांगली चालू असली तर त्याला दृष्ट लागते. आता ही कोणाची दृष्ट लागली हे आपण जाणताच. पण आज मला विशेषतः शरद पवार साहेब आणि सोनियाजी आणि त्याचबरोबर काँग्रेस आणि राष्ट्रवादी यातील सर्व माझ्या सहकाऱ्यांना खास धन्यवाद द्यायचे आहेत. आज सुद्धा मला आनंद एका गोष्टीचा झाला, त्या नामांतराचा मी तुम्हाला सांगितलं. पण खेद एका गोष्टीचा झाला, दुःख एका गोष्टीचं वाटलं की ह्या ठरावाच्या वेळेला मंत्रिमंडळाच्या बैठकीमध्ये मी, आदित्य, अनिल परब आणि सुभाष देसाई केवळ फक्त 4 शिवसेनेचे मंत्री होते. बाकी सगळे मंत्री तुम्ही जाणता. आणि हा ठराव मांडल्यानंतर काँग्रेस असो वा राष्ट्रवादी काँग्रेस एका अक्षराने त्याला विरोध केला नाही आणि तातडीने त्याला मंजुरी दिली. म्हणून मी त्यांना सुद्धा धन्यवाद देतोय. हे सगळ्यांनी विशेष लक्षात ठेवायला पाहिजे. म्हणजे ज्यांनी आतापर्यंत ते करायला हवं होतं, करून घ्यायला पाहिजे होतं, ते राहिले नामानिराळे, दूर राहिले. पण ज्यांचा विरोध आहे असं भासवलं जात होतं ते सोबत राहिले. आज मी हे आपल्याशी बोलतोय, हे मनापासून बोलतोय. नेहमीच मी आपल्याशी मनापासून बोलतोय. शिवसेनेला
56 वर्ष झाली, 19 जूनला वर्धापन दिन झाला. लहानपणापासून मी शिवसेना काय आहे हे नुसतं बघत नाही तर अनुभवत आलेलो आहे. साधी साधी माणसं, कोण रिक्षावाले, कोण टपरीवाले, अगदी तुम्हाला आश्चर्य वाटेल काही हातभट्टीवाले सुद्धा, त्यांना शिवसेना प्रमुखांनी चांगल्या मार्गावरती आणलं, नगरसेवक बनवलं, महापौर बनवलं, आमदार बनवलं, खासदार झाले, मंत्री झाले. मोठी झाली माणसं मोठी झाली. आणि मोठी झाल्यानंतर ज्याने आपल्याला मोठं केलं त्यांनाच विसरायला लागली. ज्यांना आजपर्यंत मोठं केलं, ज्यांना सत्ता आपल्याकडे आल्यानंतर जे काय देता येणं शक्य होतं ते सगळं दिलं, आज सुद्धा ज्यांना जे देता येईल ते सगळं दिलं, ती लोक नाराज. आणि गेले 4-5 दिवस म्हणजे मी मातोश्रीला आल्यानंतर सातत्याने मातोश्रीला लोक येत आहेत, महिला येत आहेत, पुरुष येत आहेत, युवक येत आहेत, साधी साधी माणसं. साहेब काळजी करू नका, आम्ही तुमच्या सोबत आहोत, तुम्ही फक्त लढा, आम्ही सोबत आहोत. कमाल आहे. म्हणजे ज्यांना दिलं ते नाराज, आणि जे नाही दिलं त्यांना ते हिमतीने सोबत आहेत. ह्याला म्हणतात माणुसकी, याला म्हणतात शिवसेना, याला म्हणतात शिवसैनिक. आणि हेच जे आपलं नातं आहे त्या नात्याच्या जोरावरच शिवसेना ही आजपर्यंत मजबूत उभी राहिलेली आहेत. अनेक आव्हानं आली, ती आव्हानं या साऱ्या लोकांच्या साथीने सोबतीने शिवसेना परतवत आलेली आहे. आता आज सुद्धा ന്യായദേവതയെ നിക്കാൽ ദിലേല आहे. ന്യായദേവത म्हटलं താക്കറെ ഫേസ്ബുക്ക് ലൈവിലൂടെ ജനങ്ങളോട് സംസാരിക്കുകയായിരുന്നു. തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക് എത്തുമ്പോൾ പ്രേംലാൽ കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട്. പ്രേംലാൽ, ഇപ്പോൾ അല്പസമയം മുമ്പ് ഉദ്ധവ് താക്കറെ ഫേസ്ബുക്ക് ലൈവിലൂടെ ജനങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അതായത് ഉപാധികളോടെയാണ് വിശ്വാസ വോട്ടെടുപ്പിന് അനുമതി നൽകിയിരിക്കുന്നത്. MLA-മാരുടെ അയോഗ്യതയിൽ തീരുമാനമുണ്ടായ ശേഷം മാത്രമാകും വിശ്വാസ വോട്ട് ഫലം വരിക. അതായത് വിശ്വാസ വോട്ടെടുപ്പ് എന്തായാലും കോടതിയുടേതാകും അന്തിമ തീരുമാനം എന്നുള്ളതാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അതെ. എന്നിരുന്നാലും ഒരു പരാജയം സംബന്ധിച്ച ഒരു നേതാവിന്റെ വാക്കുകളാണ് ഉദ്ധവ് താക്കറെയുടെ ഫേസ്ബുക്ക് ലൈവിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഇന്നും അദ്ദേഹം വികാരാതീതനായിട്ടാണ് സംസ്ഥാനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. തന്റെ ഒപ്പം ഇന്ന് 4 സഹപ്രവർത്തകർ മാത്രം, ശിവസേനയുടെ 4 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ കോൺഗ്രസിന്റെയും NCP-യുടെയും പിന്തുണ തനിക്കുണ്ടായിരുന്നെന്നും ശരത് പവാറിനും സോണിയാഗാന്ധിക്കും നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഒപ്പം നിൽക്കേണ്ടവർ തന്നെ ഇപ്പോൾ തന്നോടൊപ്പം ഇല്ലെന്നും സേനാ പ്രവർത്തകരായിരുന്ന ഓട്ടോ ഡ്രൈവർമാരെയും ദിവസക്കൂലിക്കാരുമായ ശിവസേന പ്രവർത്തകരെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു ചരിത്രമാണ് ശിവസേനയ്ക്കുള്ളതെന്നും ഇന്ന് അവരാണ് തന്നെ പുറകിൽ നിന്ന് കുത്തിയതെന്നും ഏക്നാഥ് ഷിൻഡെയുടെ പേര് പറയാതെ തന്നെ പറയുകയുണ്ടായി. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ വായിച്ചെടുക്കാൻ കഴിയുന്നത് അദ്ദേഹം ഒറ്റപ്പെട്ട ഒരു നേതാവിന്റെ വാക്കുകളാണ് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ശിവസേന പ്രവർത്തകരിൽ 4 പേർ മാത്രമാണ് ഇന്ന് തന്നോടൊപ്പം ഉള്ളതെന്ന് പറയുന്ന വാക്കുകളിൽ വളരെ വൈകാരികമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം കോൺഗ്രസ് പ്രേംലാൽ, ഇപ്പോൾ ഉദ്ധവ് താക്കറെ രാജിവെച്ചു എന്നുള്ള ഒരു സൂചന, അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ടല്ലോ. തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം കാണാൻ കഴിയില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വോട്ടെടുപ്പിന് പോകാതെ തന്നെ രാജിവെക്കുന്നതായിരിക്കും കുറെ കൂടി ഉചിതമെന്ന തോന്നൽ കൊണ്ടായിരിക്കും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കുന്നത്. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത്. അദ്ദേഹം അത്തരത്തിൽ ലൈവിൽ പറയുകയാണ് ഉണ്ടായത്, രാജി വെക്കുകയാണ് എന്നുള്ളത്. ആത്മവിശ്വാസം ഇനി ഈ ഒരു ഫ്ലോർ ടെസ്റ്റ് നേരിടാൻ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെ രാജിയിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അല്ലേ പ്രേംലാൽ? അതെ, സ്വന്തം ആളുകളിൽ നിന്ന് വഞ്ചിക്കപ്പെട്ട ഒരു ശബ്ദമാണ് അദ്ദേഹം ഇന്ന് പങ്കുവച്ചത്. അത് തന്നെയാവും അങ്ങനെ ഒരു വൈകാരികമായ ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. നാളെ നിയമസഭയിൽ പോയിട്ട് വിശ്വാസ വോട്ടെടുപ്പിലൂടെ പരാജയപ്പെടുന്നതിനേക്കാൾ ഉചിതമായി തോന്നുന്നത് രാജിവെക്കുന്നതായിരിക്കുമെന്നായിരിക്കും അദ്ദേഹത്തിന് തോന്നിയത്. തീർച്ചയായും പ്രേംലാൽ. വിഷ്ണു തലവൂർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, രാജി വെച്ചിരിക്കുകയാണ് ഉദ്ധവ് താക്കറെ. ഫേസ്ബുക്ക് ലൈവിലൂടെ ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ആത്മവിശ്വാസം ഇനിയും കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. നാളെ നടക്കാൻ പോകുന്ന ഫ്ലോർ ടെസ്റ്റിൽ എന്തായാലും പരാജയപ്പെടും എന്നുള്ള ഒരു മുൻവിധി ഉള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്, അല്ലേ?
തീർച്ചയായിട്ടും അറിയാം, വളരെ വൈകാരികമായിട്ടുള്ള പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഉദ്ധവ് താക്കറെ ഈ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ കൃത്യമായി തന്നെ പറയുന്നത്, തുടക്കത്തിൽ കോടതി വിധിയെക്കുറിച്ചാണ് പറഞ്ഞത്. സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്ന വിധി അത് ഇപ്പോൾ ഒരു ഉപാധികളോടെയാണ് ഒരു ഫ്ലോർ ടെസ്റ്റിന് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. MLA-മാരുടെ അയോഗ്യതയിൽ ഒരു തീരുമാനമുണ്ടായ ശേഷം മാത്രമായിരിക്കും സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ ഈ ഫ്ലോർ ടെസ്റ്റിൽ ഒരു ഉത്തരവ് ഉണ്ടാവുക. വിശ്വാസ വോട്ടെടുപ്പ് എന്തായാലും കോടതിയുടെ ഏകത്താകും അന്തിമ തീരുമാനം എന്നതാണ് താക്കറെ പറയുന്നത്. അതിനുശേഷം വളരെ വൈകാരികമായിട്ടുള്ള ഒരു വാക്കുകളാണ് താക്കറയുടെ ഭാഗത്തു നിന്നും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അതായത് ശരത് പവാറിനും സോണിയാഗാന്ധിക്കും ഉദ്ധവ് താക്കറെ നന്ദി പറയുന്നു. ആ നന്ദി പറഞ്ഞുകൊണ്ട് താക്കറെ പറയുന്നത് ബാലാസാഹേബ് താക്കറെയുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെ നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടതെല്ലാം തനിക്ക് നൽകാൻ കഴിഞ്ഞു. ഈ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. ഇപ്പോൾ ജനങ്ങൾ അല്ലെങ്കിൽ ശിവസേന പ്രവർത്തകരൊക്കെ വളരെ അമർഷത്തിലാണ് ഇപ്പോഴുള്ളത്. കാരണം വലിയ തലത്തിൽ BJP ആവശ്യപ്പെട്ട് 24 മണിക്കൂറിനകം ഒരു ഫ്ലോർ ടെസ്റ്റ് നടത്താൻ ഗവർണർ അനുമതി നൽകുന്നു. ഇതൊക്കെ തന്നെ വലിയ തോതിലുള്ള അമർഷം ഇത്തരത്തിൽ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ഈ വിമത MLA-മാർ ഇവിടെ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് ഗുവാഹത്തിയിലേക്ക് പോകുമ്പോൾ അവർക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് മാതാശ്രീയിൽ വരാതെയാണ് നേരെ ഇത്തരത്തിൽ ഗുവാഹത്തിയിലേക്ക് പോയത്. താൻ പദവി ഒഴിയുന്നതിൽ തനിക്ക് ഒരു തരത്തിലുള്ള വിഷമവുമില്ല. ചെയ്തതെല്ലാം ഈ ഹിന്ദുക്കൾക്കും മറാത്തകൾക്കും വേണ്ടിയാണ് താൻ ഇത്രയും നാൾ പ്രവർത്തിച്ചത്. വിശ്വാസ വോട്ടെടുപ്പിന് പോലും നിൽക്കാതെയാണ് ആര്യ ഇപ്പോൾ ഉദ്ധവ് തൻ്റെ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതെ, ഉദ്ധവ് താക്കറെ സർക്കാർ താഴെ വീണിരിക്കുന്നു. ഇനിയിപ്പോൾ നാളെ അവിശ്വാസ വോട്ടെടുപ്പിന് നിൽക്കാതെയാണ്, ആ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോലും കാത്തു നിൽക്കാതെയാണ് താക്കറെ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ഇനി ഷിൻഡെ പക്ഷത്തിന് മുന്നിലുള്ള നീക്കങ്ങൾ, സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? വിഷ്ണു, ആര്യ ചോദ്യം ഒന്നുകൂടെ വ്യക്തമാക്കാമോ? അതായത് ഇപ്പോൾ താക്കറെ സർക്കാർ വീണിരിക്കുന്നു. താക്കറെ ഈ ഒരു അവിശ്വാസ വോട്ടെടുപ്പിന് പോലും നിൽക്കാതെ രാജി സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്, രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷിൻഡെ പക്ഷത്തിന്റെ BJP-യുടെയും ഒക്കെ നീക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ആര്യ, താക്കറെ ഇപ്പോൾ രാജി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി എത്രയും പെട്ടെന്ന് തന്നെ BJP സർക്കാർ ഉണ്ടാക്കാനുള്ള ഒരു അവകാശവാദം ഗവർണർക്ക് മുന്നിൽ ഉന്നയിക്കും. ആ അവകാശം ഉന്നയിക്കുമ്പോൾ തന്നെ ഇത്രത്തോളം MLA-മാരുടെ പിന്തുണയുണ്ട് എന്നൊരു കാര്യം കൂടി ഗവർണർക്ക് അറിയിക്കും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് BJP കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു സർക്കാർ രൂപീകരണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. കാരണം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഫഡ്നാവിസ് ദില്ലിയിലേക്ക് എത്തുകയും അതിനുശേഷം അമിത്ഷായോടും JP നദ്ദയോടും വളരെ നീണ്ട സമയം ചർച്ചകൾ നടത്തുന്നു. ഈ ചർച്ചകൾക്ക് ശേഷം ഫഡ്നാവിസ് നേരെ മഹാരാഷ്ട്രയിലേക്ക് എത്തുന്നത് രാത്രിയോടുകൂടിയാണ്. പിന്നീട് രാത്രി 9:30 ഗവർണറെ കണ്ടുകൊണ്ട് ഉദ്ധവ് താക്കറെ സർക്കാരിന് ഭൂരിപക്ഷമില്ല എന്ന് ഗവർണറോട് പറയുകയും അതിനു പുറമെ വിശ്വാസ വോട്ടെടുപ്പിന് നിർദ്ദേശിക്കണമെന്നൊരു ആവശ്യം ഫഡ്നാവിസും മറ്റ് MLA-മാരും ഉന്നയിക്കുന്നു. ആ ഒരു ആവശ്യം മാനിച്ചുകൊണ്ടാണ് ഗവർണർ ഇത്തരത്തിൽ നാളെ തന്നെ വിശ്വാസ വോട്ടെടുപ്പ് നടത്താനുള്ള നിർദ്ദേശം നൽകുന്നത്. പക്ഷേ ആ ഒരു തീരുമാനത്തെ പോലും ഏറ്റവും അവസാനം വരെ ഉദ്ധവ് താക്കറെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും പോരാടുകയാണ് ചെയ്തത്. സുപ്രീം കോടതിയിൽ പോലും ഏതെങ്കിലും വിധേന ഈ ഒരു വിശ്വാസ വോട്ടെടുപ്പിൻ്റെ സമയം കുറച്ചുകൂടി നീട്ടി കിട്ടാനുള്ള എല്ലാ തലത്തിലുള്ള നീക്കങ്ങളും ഉദ്ധവ് താക്കറെയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. പക്ഷേ അതുകൊണ്ടൊന്നും തന്നെ ഒരു കാര്യം ഇപ്പോൾ ഉണ്ടായിട്ടില്ല. കാരണം സുപ്രീം കോടതിയിൽ നിന്നും വളരെ വലിയ തിരിച്ചടി കൂടി നേരിട്ട സാഹചര്യത്തിലാണ് താക്കറെ വളരെ വൈകാരികമായിട്ട് തൻ്റെ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിന്ന ഒരു വലിയൊരു പിടിച്ചു നിൽപ്പുണ്ടായിരുന്നു. കാരണം ഇത്രത്തോളം സ്വന്തം പക്ഷത്തെ MLA-മാർ കൂട്ടത്തോടുകൂടി വിമതപക്ഷത്തേക്ക് മാറുമ്പോൾ പോലും അവർ തിരിച്ചു വരുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ്
താക്കറെ ഇത്രയും ദിവസം പിടിച്ചു നിന്നത് ആ ഒരു വിശ്വാസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെ തൻ്റെ രാജി പ്രഖ്യാപിക്കുന്നത്. ആ രാജി പ്രഖ്യാപനം പോലും വളരെ വൈകാരികമായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട്. താൻ ഇത്രയും നാളും പ്രവർത്തിച്ചത് ഹിന്ദുക്കൾക്കും മറാത്തകൾക്കും വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും തനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഗവർണറെ പോലും വളരെ രൂക്ഷമായി വിമർശിക്കാനും ഉദ്ധവ് താക്കറെ തൻ്റെ ഫേസ്ബുക്ക് ലൈവിൽ മറന്നിട്ടില്ല. കാരണം ഈ BJPയുടെ 24 MLA വന്നു പറഞ്ഞപ്പോൾ ഒരു വിശ്വാസ വോട്ടെടുപ്പിന് നിർദ്ദേശം നൽകുകയാണ് ഗവർണർ ചെയ്തത്. ഇതിലെല്ലാം തന്നെ ശിവസേന പ്രവർത്തകർക്ക് വലിയ അമർഷമുണ്ട്. അതോടൊപ്പം തന്നെ രാജി പ്രഖ്യാപിക്കുമ്പോഴും ഉദ്ധവ് താക്കറെ വ്യക്തമാക്കുന്ന കാര്യം ശിവസേന തന്നോടൊപ്പമാണ്, ശിവസൈനികർ തന്നോടൊപ്പമാണ്, ഷിൻഡയ്ക്കൊപ്പമല്ല ശിവസൈനികർ നിൽക്കുന്നത്, തന്നോടൊപ്പമാണ് ഇവരൊക്കെ തന്നെ നിൽക്കുന്നത് എന്ന വൈകാരികമായിട്ടുള്ള ഒരു പ്രസംഗത്തോടു കൂടിയാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെ തൻ്റെ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ദിവസങ്ങൾ നീണ്ടുനിന്ന രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനൊടുവിലാണ് മഹാരാഷ്ട്ര സർക്കാർ, അതായത് മഹാവികാസ് അഘാഡി സർക്കാർ താഴെ വീണിരിക്കുന്നത്. ആര്യ, അത് തന്നെയാണ്. കുതിര കച്ചവടത്തിലൂടെ ഒരു സർക്കാരിനെ കൂടി നിലം പൊത്തിച്ചിരിക്കുകയാണ് BJP എന്ന് തന്നെ പറയാം, അല്ലേ? തീർച്ചയായിട്ടും ആര്യ, BJPയെ സംബന്ധിച്ച് കുതിരക്കച്ചവടത്തിലൂടെ ഒരു സർക്കാരിനെ കൂടി താഴെയിട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം മഹാരാഷ്ട്രയുടെ കാര്യം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് 2019 കഴിഞ്ഞപ്പോൾ BJPക്ക് വലിയ ഒരു തിരിച്ചടി നേരിട്ടിരുന്നു. കാരണം BJP അന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വിമതർ താമസിക്കുന്ന ഹോട്ടലുകളിൽ ആഘോഷ പ്രകടനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഗുവാഹത്തിയിൽ നിന്നും ഗോവയിലെ റിസോർട്ടിലേക്ക് അവർ നീങ്ങിയിരുന്നു. അവിടെയാണല്ലേ ഇപ്പോൾ ഈ ആഘോഷ പരിപാടികൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആര്യ, ഇപ്പോൾ വിമതപക്ഷത്തുള്ള MLA ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ BJPയുടെ MLA തന്നെ മുംബൈയിലുള്ള താജ് പ്രസിഡന്റ് ഹോട്ടലിലാണുള്ളത്. അവിടെ ലഡു വിതരണം, മധുരപലഹാര വിതരണമടക്കം നൽകുന്നുണ്ട്. ഫഡ്നാവിസ് ഉൾപ്പെടെയുള്ളവർ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്. അത് താജ് പ്രസിഡന്റ് ഹോട്ടലാണ്. ഇന്ന് വൈകിട്ടോടു കൂടി തന്നെ BJPയുടെ എല്ലാ MLA താജ് പ്രസിഡന്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അവിടെ ഇപ്പോൾ വലിയ തലത്തിലുള്ള ആഘോഷമാണ്. അതായത് ഉദ്ധവ് താക്കറെ തൻ്റെ രാജി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് വലിയ തലത്തിലുള്ള ആഘോഷം നടക്കുന്നത്. പ്രത്യേകിച്ച് BJPക്ക് കുതിരക്കച്ചവടത്തിലൂടെ ഒരു സർക്കാരിനെ കൂടി മറിച്ചിടാൻ കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന 2019 കൂടി നമ്മളൊന്ന് നോക്കേണ്ടത്. കാരണം അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഒരു ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ട് പോലും ഫഡ്നാവിസ് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അത് ആരെയും അറിയിക്കാതെ ഏകദേശം പുലർച്ചയോടുകൂടിയാണ് ഒരു വാർത്താ ഏജൻസിയെ മാത്രം സാക്ഷിയാക്കിക്കൊണ്ട് ഗവർണറുടെ വസതിയിൽ ഇത്തരത്തിൽ ഫഡ്നാവിസ് മുഖ്യമന്ത്രിയായിട്ട് അധികാരം ഏറ്റെടുക്കുന്നത്. പിന്നീടുള്ള ഒരു 2 ദിവസം വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുകയും ഫഡ്നാവിസിന് രാജിവെച്ചൊഴിയേണ്ട ഒരു സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടതാണ്. അവിടെ നിന്നാണ് ഈ 2 വർഷവും 213 ദിവസവും പിന്നിടുമ്പോൾ മഹാവികാസ് അഘാഡി സർക്കാരിനെ മറിച്ചിട്ടുകൊണ്ട് BJP വീണ്ടും മഹാരാഷ്ട്രയിലേക്ക് അധികാരത്തിൽ വരുന്നത്. കൃത്യമായിട്ടുള്ള കുതിരക്കച്ചവടം അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് തന്നെയാണ് BJP ഇപ്പോൾ ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ MLA വിമത നീക്കം നടത്തുമ്പോൾ പോലും BJP അത്തരത്തിൽ പെട്ടെന്നൊരു പ്രതികരണം നടത്താതെ പതുങ്ങിയിരിക്കുന്ന ഒരു ശൈലിയിലേക്കാണ് BJP പോയത്. പിന്നീട് നിരവധി ചർച്ചകൾ നടക്കുന്നു. ഫഡ്നാവിസ് തന്നെ മഹാരാഷ്ട്രയിൽ ചർച്ചകൾ നടത്തുന്നു. BJPയുടെ സഖ്യകക്ഷികളുമായിട്ടുള്ള ചർച്ചയ്ക്ക് ഫഡ്നാവിസ് മഹാരാഷ്ട്രയിൽ നേതൃത്വം നൽകുന്നു. ഇടയ്ക്ക് ദില്ലിയിലേക്കെത്തി അമിത്ഷായും JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾക്കൊടുവിലാണ് ഇന്നലെ അമിത്ഷായും JP നദ്ദയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കത്തിലേക്ക് പോകാനായിട്ട് പച്ചക്കൊടി ലഭിക്കുകയും ഇന്നലെ രാത്രി 9:30 അല്ലെങ്കിൽ അതിനുശേഷം ഗവർണർ ഭഗത് സിംഗ് കോശ്യാരിയെ കണ്ടുകൊണ്ട് ഒരു വിശ്വാസ വോട്ടെടുപ്പിന് തീർച്ചയായും വിഷ്ണു തുടരുക. വിഷ്ണുവിലേക്ക് തന്നെ തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.